തന്നെ DMK മുതലെടുത്തുകൊണ്ട് ഒരു പ്രസിഡന്റ് ഭരണത്തിന് ശേഷം ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് വന്നാൽ DMKക്ക് ആയിരിക്കും അത് അനുകൂലമായി ഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിപ്പോൾ രാജ്ഭവൻ എങ്ങനെ തീരുമാനിച്ചാലും ആരെ തന്നെ ഫ്ലോറിൽ ടെസ്റ്റിന് വിളിച്ചാലും അതിൽ അവസാനമായി കൊയ്തെടുക്കാൻ പോകുന്നത് DMK തന്നെയാണെന്നതിൽ സംശയമില്ല. കാരണം ഇന്ന് രാവിലെ നമ്മൾ നോക്കിയപ്പോൾ തന്നെ 116 MLA മാത്രമേ ശശികലയുടെ ക്യാമ്പിലുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഈ വിധി വന്നതിന് ശേഷം എത്ര പേർ തിരിച്ച് മറുകണ്ഠം ചാടുമെന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരുപാട് പേര് ഇനിയും അകത്തിരിക്കുകയാണ് അവർ. 123 പേരുടെ പിന്തുണ കത്തുമായാണ് പളനിസ്വാമി ഇന്ന് രാജ്ഭവനിൽ പോയിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ JR പത്മകുമാർ, എന്താണ് വിദ്യാസാഗർ റാവു ഇനി ചെയ്യേണ്ടത്? അത് ഗവർണറെ സംബന്ധിച്ചിടത്തോളം വിവിധ തരത്തിലുള്ള അധികാരങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്ക്രിഷണറി പവറാണ് ഈ കാര്യത്തിൽ. അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചില അദ്ദേഹത്തിൻ്റെ അധികാരം വിനിയോഗിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയുമായി കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലാതെയുണ്ട്. അപ്പോൾ ഡിസ്ക്രിഷണറി പവറിൽ എന്തായിരിക്കണം, ഇങ്ങനെ ചെയ്യണം എന്ന് കേന്ദ്രത്തിന് നിർദ്ദേശിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ 5 മണിക്കോ 5:30ക്കാണ് ഈ ഡിസ്ക്രിഷണറി പവർ എന്ന് പറയുന്നത് 163(2) പ്രകാരമുള്ള ഭരണഘടനാപരമായി ഒരു സവിശേഷ സാഹചര്യമുണ്ടെങ്കിൽ ഗവർണർക്ക് പ്രയോഗിക്കാവുന്ന വിവേചനാധികാരമാണ്. ഇവിടെ സവിശേഷമായ അസാധാരണമായ സാഹചര്യം എന്താണ്? ഇവിടെ എന്താണ് ഭരണഘടനാ പ്രതിസന്ധി ഉള്ളത്? കൃത്യമായി ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടി അതിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുത്തു. അദ്ദേഹം കൃത്യമായ പിന്തുണക്കത്തുമായി രാജ്ഭവനിലെത്തിയതിനു ശേഷം എനിക്ക് ആദ്യ അവസരം നൽകണമെന്ന് പറയുന്നു. എവിടെയാണ് ഇതിൽ ആശയക്കുഴപ്പം? എവിടെയാണ് അസാധാരണത്വം? അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഗവർണറുടെ ഡിസ്ക്രിഷണറി പവറിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിമിതമായ കൺട്രോളേ ഉള്ളൂ. അതിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിന് ഇന്നേതുപോലെ ആക്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുമ്പടി സാവകാശം എടുക്കാൻ കഴിയുന്ന സവിശേഷ അധികാരത്തിൻ്റെ പേരല്ല ഈ 163(2) എന്നത്. ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞാൽ മാത്രം പ്രസക്തമാകുന്ന ഒന്നാണത്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ സാങ്കേതികമായി പറയാം. ശശികലയുടെ കാര്യത്തിൽ കോടതി വിധി വരേണ്ടിയിരുന്നതുകൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ അടുത്തയാൾ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത് എങ്കിൽ അയാൾക്ക് നിയമപരമായ യാതൊരു അയോഗ്യതയും ഇല്ല എങ്കിൽ അടുത്ത നടപടികളിലേക്ക് പോവുകയാണ് വേണ്ടത്. അല്ല, ഗവർണറെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ. ഇന്നലെ വരെയുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭരണഘടനാ പ്രതിസന്ധി ഇല്ല, ഒരു ക്രമസമാധാന പ്രശ്നമില്ല, പാർട്ടിയുടെ ഇന്റേണൽ ക്രൈസിസ് മാത്രമാണ്. അതിൽ പക്ഷം പിടിക്കേണ്ട കാര്യം മാത്രമല്ല JR ഈ DGPയെയും ചീഫ് സെക്രട്ടറിയെയും വിളിച്ചു വരുത്തിയിട്ട് ഏതൊക്കെ ക്യാമ്പുകളിൽ ആരൊക്കെയാണ് കുടുങ്ങിക്കിടക്കുന്നത്, അവർ അസ്വതന്ത്രരാണോ എന്ന് ഈ പറയുന്ന ഗവർണർ അന്വേഷിക്കുന്നുണ്ട്. മദ്രാസ് ഹൈക്കോടതി അന്വേഷിക്കുന്നുണ്ട്. എവിടെയും അതിനൊന്നുമുള്ള തെളിവില്ലാതിരിക്കെ പിന്നെ ഒരു സാങ്കല്പികത ലോകത്തിരുന്നു കൊണ്ട് ഒരു അസാധാരണമായ ഭരണഘടനാ പ്രതിസന്ധിയുണ്ട് എന്ന് സ്വയം സൃഷ്ടിച്ച ഒരു പ്രതിസന്ധിയും കൊണ്ട് രാജ്ഭവൻ നിൽക്കരുത് എന്ന് രാജ്ഭവൻ ഒരിക്കലും പറഞ്ഞില്ല. ഗവർണർ പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് 5:30 ഇത് കിട്ടി. അതിന് മുമ്പ് തന്നെ ഗവർണറുടെ അടുത്തൊരു പരാതിയുണ്ട്. കാരണം അദ്ദേഹത്തെ പനീർശെൽവൻ രാജിവെച്ചത് സമ്മർദ്ദത്തിലാണ്, അതുകൊണ്ട് എന്റെ രാജി പിൻവലിക്കണം, അല്ലെങ്കിൽ എനിക്ക് പരിശോധിക്കേണ്ട ആളല്ല ഗവർണർ അല്ല എന്നൊരു പരാതി വന്നാൽ ആ പരാതി അന്വേഷിക്കുക. അത് പരിശോധിക്കേണ്ട ആളല്ല ഗവർണർ. ഗവർണർ എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടത്? കോടതി വിധി വരുന്നതുവരെ അദ്ദേഹം കാത്തിരുന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കാം. പിന്നെ ഓരോ ഘട്ടത്തിലും ആർക്കൊക്കെ എവിടെയൊക്കെ നീതി നിഷേധം വന്നിരിക്കുന്നു എന്നത് അന്വേഷിച്ച് കണ്ടെത്തി അവസാന തീർപ്പ് കൽപ്പിക്കാനുള്ള തമിഴ്നാട്ടിലെ അന്തിമാധികാരമുള്ള ഒരു പോലീസ് സംവിധാനമല്ല, ഒരു പോലീസ് അധികാരിയല്ല ഗവർണർ. അങ്ങനെയല്ല. മുമ്പ് നമുക്ക് ഒരു അനുഭവം ഉണ്ടല്ലോ. സോണിയാഗാന്ധി ഒരിക്കൽ ഇതേപോലെ ലിസ്റ്റ് വായിച്ചപ്പോൾ എന്താ തീരുമാനം എടുത്തത്? എന്താ തീരുമാനം എടുത്തത്? അല്പം താമസം വന്ന അവസാനം സോണിയാഗാന്ധി പുറകിലോട്ട് വലിഞ്ഞു. അവർക്ക് വേണ്ട പ്രധാനമന്ത്രി വേണ്ട. അപ്പൊ അതുകൊണ്ട് ഒരു ടൈം ഫ്രെയിം വർക്ക് അല്ലല്ല. ഇവിടെ ഇപ്പോൾ എന്താണ് ഒരർത്ഥത്തിൽ ഈ ഗവർണർ വഴിയൊരുക്കി കൊടുക്കുന്നത്? ഇവിടെ ശശികല അയോഗ്യയാണ് എങ്കിൽ, ശശികല അഴിമതിക്കാരിയാണ് എങ്കിൽ പാർലമെന്ററി സംവിധാനത്തിലേക്ക് അവർ വളഞ്ഞ വഴിയിലൂടെ വരികയാണെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതുപോലെ തന്നെ ജനാധിപത്യത്തിൽ എതിർക്കപ്പെടേണ്ടതാണ് കുതിരക്കച്ചവടവും. അതിനുള്ള വഴിയൊരുക്കുകയാണ് രാജ്യം. ഒരിക്കലുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു അത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാട് തമിഴ്നാട്ടിൽ എടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അവിടെ ജനപ്രതിനിധി ഇല്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേക താല്പര്യം എടുത്തിട്ട് ഏതെങ്കിലും ഗവർണർ വെച്ചിട്ട് BJPക്ക് അധികാരത്തിൽ വരാനുള്ള ശ്രമം നടത്തുന്നത് നിങ്ങൾക്ക് ജനപ്രതിനിധി ഇല്ല. നിങ്ങൾ ഉണ്ടാക്കിയ സൃഷ്ടിയാണ് പനീർശെൽവം എന്ന നായകൻ. നിങ്ങൾ ഉണ്ടാക്കിയതാണ് ആ പ്രതിസന്ധി, നിങ്ങൾ ഉണ്ടാക്കിയ നായകനാണ് അദ്ദേഹം. അതെല്ലാം നിങ്ങളുടെ രാഷ്ട്രീയമാണ്. അതിലേക്ക് വരാം അടുത്ത ഘട്ടത്തിൽ. അതിനു മുമ്പ് ശ്രീ KA ജോണി, ഇവിടെ ഈ ശശികല വേഴ്സസ് പനീർശെൽവം എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ ഇന്നുവരെ. അങ്ങനെയെങ്കിൽ ഗവർണർ എടുക്കുന്ന സാവകാശം, ഗവർണറുടെ നീതിബോധം, ഇതൊക്കെ ന്യായീകരിക്കാമായിരുന്നു. ഇപ്പോൾ അതിൽ ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള അസാധാരണമായ അവസരം കൈവരുമെന്ന് BJPയും ഈ പറയുന്ന ഗവർണറും മോഹിച്ചുവെങ്കിൽ അതിനെ കടത്തിവെട്ടുന്ന നീക്കങ്ങളല്ലേ ഈ കോടതി വിധി വന്ന് പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിലും അണ്ണാ DMK ചെയ്തത്? പളനിസ്വാമി എന്ന ഒരാളെ കൃത്യമായി കണ്ടെത്തുകയും അദ്ദേഹത്തെ
ഈ പറയുന്ന ഗവർണറുടെ അടുത്തേക്കായി കൃത്യമായ പിന്തുണയുടെ കത്തുമായി നേരിട്ട് പോയി കണ്ട് അവകാശവാദം ഉന്നയിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുക വഴി ഒരു കളം കടന്നു കളിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് ശശികലയും അണ്ണാ DMK? ശശികലയും അവരുടെ കൂടെ നിൽക്കുന്ന വിഭാഗവും ഇത്തരമൊരു പ്രതിസന്ധി തീർച്ചയായിട്ടും മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ശശികല ജയിലിലേക്ക് പോകുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ മറികടക്കേണ്ടത് എന്നുള്ളൊരു പ്ലാൻ ബി അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ പ്ലാൻ ബി ആണ് അവരിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് എടപ്പാടി പഴനിസ്വാമിയെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇപ്പോൾ പഴനിസ്വാമിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കലാശക്കളിക്കാണ് ശശികല ഒരുങ്ങുന്നത്. ഈ ഘട്ടത്തിൽ ശശികലയ്ക്ക് വാസ്തവത്തിൽ ഇനിയിപ്പോൾ കാര്യമായൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശശികലയുടെയും ശശികലയുടെ ക്യാമ്പിൻ്റെയും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് പനീർശെൽവം ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തരുതെന്നുള്ള ഒരു അജണ്ടയുമായിട്ടാണ് അവരിപ്പോൾ നീങ്ങുന്നത്. ഈ ഘട്ടത്തിൽ ഗവർണർ വീണ്ടും അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം ഉപയോഗിക്കുമ്പോൾ അത് ഒരിക്കലും ഒരു പാർട്ടിക്ക് വേണ്ടിയുള്ള ഒരു ഇടപെടലായിട്ട് വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാനുള്ള ഒരു കരുതൽ ഗവർണർ തീർച്ചയായിട്ടും ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇതിനകം തന്നെ അത്തരമൊരു ആരോപണത്തിന് വിധേയനാകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണർ വളരെയധികം കരുതലോടെയായിരിക്കും മുന്നോട്ട് പോകേണ്ടതെന്നാണ് കരുതേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1988 ജാനകി രാമചന്ദ്രൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞിട്ട് ഏതാണ്ട് 23 ദിവസങ്ങൾക്കപ്പുറം അവർക്ക് പുറത്തു പോകേണ്ടി വന്നു. രാഷ്ട്രപതി ഭരണം വന്നു. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് പക്ഷേ AADMKയെ തങ്ങളുടെ കൂടെ നിർത്തിയിട്ട് ഒരു കളി കളിക്കാനല്ല തീരുമാനിച്ചത്. അവർ പകരം വളരെ മാന്യമായിട്ടന്ന് തനിച്ച് തന്നെ മത്സരിച്ച് സ്വന്തം നിലയ്ക്ക് തമിഴകത്ത് അധികാരം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് അന്ന് ശ്രമിച്ചത്. അങ്ങനെ ഒരു ആത്മവിശ്വാസം അന്ന് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനുണ്ടായിരുന്നു. മാത്രമല്ല അന്ന് GK മൂപ്പനാരെ പോലുള്ള വളരെ പ്രബലനും ശക്തനുമായൊരു നേതാവും കോൺഗ്രസിനുണ്ടായിരുന്നു തമിഴകത്ത്. പക്ഷേ BJPക്ക് ഇന്ന് അത്തരമൊരു നേതാവോ അത്തരമൊരു നേതൃനിരയോ തമിഴകത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് കരുക്കൾ നീക്കേണ്ടത് എന്നുള്ള ഒരു പ്രശ്നം വാസ്തവത്തിൽ BJP അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ OPS ഭരണത്തിൽ വരണം. OPS ഭരണത്തിൽ വന്നു കഴിഞ്ഞിട്ട് ആ AADMKയുമായിട്ട് OPSൻ്റെ നേതൃത്വത്തിലുള്ള AADMKയുമായിട്ട് 2019 ഒരു സഖ്യമുണ്ടാക്കുക എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ BJP കണക്ക് കൂട്ടുന്നത്. ശരി, ശ്രീ PC വിഷ്ണുനാഥ്, ഇവിടെ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ വിളിക്കുന്നതിൻ്റെ സാധ്യതകളാണല്ലോ പ്രാഥമികമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അതിന് ഭാഗമായി ഉണ്ടാകാൻ പോകുന്നത് അണ്ണാ DMKയിലെ പിളർപ്പല്ലേ? അപ്പോൾ ഏത് പക്ഷത്താണ് ബലം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചുവടുമാറ്റാനായിരിക്കും BJPയും താല്പര്യപ്പെടുക. ചുരുക്കത്തിൽ രണ്ട് കാര്യം ഉറപ്പല്ലേ. ഒന്ന്, ആരെ വിളിച്ചാലും അണ്ണാ DMK പിളരും. രണ്ട്, ഒരു ദ്രാവിഡ കക്ഷിയെ ഈ രൂപത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി ഭിന്നിപ്പിച്ച് രണ്ടാക്കി പിന്നെ അതിലേതെങ്കിലും ഒരു പക്ഷത്തേക്ക് അവസരവാദപരമായ നിലപാടെടുത്ത് ദീർഘകാല നേട്ടമുണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് BJPയും ചുവടുന്നുക. ഈ രണ്ട് കാര്യങ്ങളും അടിയന്തരമായി സംഭവിക്കാനിരിക്കുകയല്ലേ? ആണ്, തീർച്ചയായും ആണ്. കാരണം അണ്ണാ DMK പിളരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ ഞാൻ വളരെ നേരത്തെ തന്നെ മുൻപുള്ള ചില ചർച്ചകളിൽ പറഞ്ഞിരുന്നു, ശശികല പക്ഷേ ബുദ്ധിപരമായ ഒരു കാര്യം ചെയ്യാമായിരുന്നു. ശശികലയ്ക്ക് കുറച്ചുകൂടി ഇമേജ് കിട്ടിയേനെ. അവർക്കെതിരായ വിധി വരുന്നതിന് മുൻപ് തന്നെ പളനിസ്വാമിയോ അവരാഗ്രഹിച്ച പളനിസ്വാമിയോ ചെങ്കട്ടുവനെയോ ഇവരെ ആരെങ്കിലും ഒരാളെ നിയമസഭാ കക്ഷി നേതാവാക്കി വെക്കാമായിരുന്നു. അത് അവർക്ക് കഴിഞ്ഞില്ല. ഒന്ന്. രണ്ട്, അത്തരമൊരു നീക്കം പോലും ശശികല ക്യാമ്പ് നടത്തുകയും ഗവർണറെ അറിയിക്കുകയും ചെയ്തു എന്നാണ് ഒരു ഘട്ടത്തിൽ വന്ന വാർത്തകൾ. ഒരു ഘട്ടത്തിൽ ശശികല സ്വയം മാറി ഈ പറയുന്ന തരത്തിൽ ഒരാളെ നിർദ്ദേശിക്കാം എന്നുവരെയുള്ള ആശയങ്ങൾ കൃത്യമായി രാജ്ഭവനിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അതിനൊന്നും രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടായില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ AADMK പിളരും. BJP യഥാർത്ഥത്തിൽ വഷളാവാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നൊരു സ്ഥലമല്ല. ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ പോലെ അവർക്ക് വഷളാവേണ്ട ഒരു സാഹചര്യം ഇവിടെയില്ല. പക്ഷെ അവർ വന്ന് വഷളാവുകയാണ്. അവരാഗ്രഹിക്കുന്നത് പനീർശെൽവത്തെ മുഖ്യമന്ത്രിയാക്കി എടുക്കാം. എന്നിട്ട് വേണു ഇവിടെ സൂചിപ്പിച്ചതുപോലെ പനീർശെൽവത്തിൻ്റെ ഉണ്ടാകുന്ന AADMKയുമായിട്ട് ഒരു അലയൻസ് 2019 ഉണ്ടാക്കി BJPക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാമെന്ന്. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഉപദേശീയതയുടെ വികാരത്തെ നന്നായി അറിയാവുന്ന ആളുകൾ ഇവിടെയുണ്ട്. അവിടെ പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ. അതിൽ BJPക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് അടിവരയിട്ട് പറയട്ടെ. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, യഥാർത്ഥത്തിൽ ഗവർണർ പ്രവർത്തിച്ച് ഇപ്പോൾ ഭൂരിപക്ഷമുള്ള ആളെ
ഫ്ലോർ ടെസ്റ്റിനുള്ള ആദ്യത്തെ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം കേരളവുമായിട്ട് വ്യത്യസ്തമാണ്. അവർ വീണ്ടും അധികാരത്തിൻ്റെ കൂടെ നിൽക്കുള്ളൂ. ഇനി പളനിസ്വാമിയാണ് മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ പനീർസെൽവത്തിൻ്റെ AIADMK കൂടുതൽ ദുർബലമാകും. ഇപ്പോൾ പോയ MLA വീണ്ടും ഇനി പിന്നെ ഇപ്പോൾ പുതുതായി ഉണ്ടാകുന്ന AIADMKയുടെ മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കാൻ അവർ തയ്യാറാകും. പക്ഷേ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഈ അവിടെ ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം വളരെ ക്ലിയറായി സ്റ്റാലിൻ അനുകൂലമായി വന്നിരിക്കുകയാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ പുതുതായിട്ടുണ്ടാകുന്ന മുഖ്യമന്ത്രിക്ക് വലിയ സമ്മർദ്ദമാണ്. ഓരോ MLA മാരും ജയലളിത MLA മാരെ അടക്കി നിർത്തിയതുപോലെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ സ്റ്റാലിൻ ഇപ്പോൾ തന്നെ DMKയിലെ 30 MLA മാരുമായിട്ട് നല്ല റിലേഷനിലാണ്. പക്ഷേ സ്റ്റാലിൻ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ നീക്കത്തിന് പോകാത്തത്. അപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീണ്ടും DMKയ്ക്ക് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവർക്ക് അനുകൂലമാകും. ഈ ഗവൺമെൻറ് എത്ര കാലം മുന്നോട്ട് പോകും? ഇപ്പോൾ എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് ശശികല ആഗ്രഹിക്കുന്ന പളനിസ്വാമിക്ക് ഗവർണർ ഇനി വലിയ കളികൾ കളിക്കാതിരുന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ കഴിയും. പക്ഷേ അത് എത്ര മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല. ശരി, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാറിലേക്ക് ഒരു നിയമപ്രശ്നം. ഈ കോടതി വിധി ഇപ്പോൾ വന്നു കഴിഞ്ഞല്ലോ. വിചാരണ കോടതിയുടെ ഉത്തരവാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്, പ്രാബല്യത്തിലുള്ളത്. അങ്ങനെ വരുമ്പോൾ ശശികല ഇന്ന് 6 മണിയോടെ കീഴടങ്ങേണ്ടതാണ്. അങ്ങനെ കീഴടങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി കർണാടകത്തിൽ നിന്നുള്ള പോലീസ് അധികാരികളുടെ പ്രതികരണവും വന്നിരുന്നു ഈ കോടതി വിധി വന്ന ഘട്ടത്തിൽ. അവർ പറയുന്നത് തമിഴ്നാട് ആഭ്യന്തര വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കേണ്ടത്. ആൻറ്റി കറപ്ഷൻ ബ്യൂറോയാണ് കർണാടകത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്തമില്ല എന്ന് കർണാടക DGP പറയുന്നു. ഇനി അവർ ഈ പറയുന്ന ബന്ധപ്പെട്ട വിചാരണ കോടതിയിൽ നേരിട്ട് വന്ന് കീഴടങ്ങുകയാണെങ്കിൽ ജയിലധികൃതരെ അറിയിക്കുകയും അവർ തുടർ നടപടികൾ കൈക്കൊള്ളുകയുമായിരിക്കും ചെയ്യുക എന്നും പറയുന്നു. ഒരാശയക്കുഴപ്പമുണ്ടോ ഇതിൽ തുടർ നടപടികൾ എടുക്കുന്നതിൽ പോലീസിനും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കും? ഇതൊരാനുകൂല്യമായി എടുത്തുകൊണ്ട് ദീർഘിപ്പിക്കാൻ കഴിയുന്നുണ്ടോ ശശികലയ്ക്ക് ആ റിസോർട്ടിൽ നിന്നുള്ള ഇറങ്ങലും കീഴടങ്ങലുമെല്ലാം? ഇതിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ദി അക്യൂസ്ഡ് 2 to 3, 2 to 4, 4 അക്യൂസ്ഡ്, 2, 3, 4 അക്യൂസ്ഡ് എത്രയും പെട്ടെന്ന് ഷാൽ സറണ്ടർ ഫോർത്ത് വിത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സറണ്ടർ ചെയ്യണമെന്ന്. ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പീൽ കോടതി അക്യൂറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, കർണാടക ഹൈക്കോടതി അക്യൂറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റെക്കോർഡ്സ് എല്ലാം SLPയിൽ കോൾ ഫോർ ചെയ്തിട്ട് സുപ്രീം കോടതിയിലുള്ളത്. ഇനി ട്രയൽ നടന്നിരുന്ന കോടതിയിൽ വന്നിട്ട് സാധാരണ നിലയ്ക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് നോക്കിയിട്ട് സെൻറ്റൻസിങ് കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് നോക്കിയിട്ട് എക്സിക്യൂട്ടിംഗ് കോർട്ട് വാറൻറ്റ് ഇഷ്യൂ ആണ് ചെയ്യുക. ആ വാറൻറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ വാറൻറ്റിലാണ് ഓഫീസേഴ്സ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക പിന്നെ ജയിലിലേക്ക് എക്സിക്യൂട്ടിംഗ് വാറൻറ്റോട് കൂടി വിടുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ഇന്ന് വന്നിട്ടേ ഉള്ളൂ. ഇനി മറ്റേ എക്സിക്യൂട്ടിംഗ് കോർട്ട്, സെഷൻസ് കോർട്ട്, ട്രയൽ നടത്തിയിരുന്ന കോർട്ടിലേക്ക് റെക്കോർഡ്സ് വന്നതിന് ശേഷമേ വാറൻറ്റ് വരുള്ളൂ. പക്ഷേ സുപ്രീം കോടതി സറണ്ടർ ഫോർത്ത് വിത്ത് എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് അവർക്ക് നാളെ വേണമെങ്കിലും സറണ്ടർ ചെയ്യാം. പക്ഷേ ഈ കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് അവർ പെട്ടെന്ന് സറണ്ടർ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇന്നിപ്പോൾ ഞാനൊരു ന്യൂസ് കണ്ടു, അവർ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോവാണ്. പുനർ ഇതിനുള്ള ഹർജി ഫയൽ ചെയ്യുകയാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും കൂടി ഒരു എക്സ്ക്യൂസ് ആക്കി കണ്ടുകൊണ്ട് അവർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ പുനഃപരിശോധന ഹർജി ആയാലും അല്ലെങ്കിൽ തിരുത്തൽ ഹർജി ആയാലും ഇതൊക്കെ തുടർ നടപടികളുടെ നിലയിൽ കൈക്കൊള്ളാമെങ്കിലും ജയിലിലേക്കുള്ള പോക്കിന് തടസ്സമായി അത് ഒരു സൗകര്യം എന്ന നിലയിൽ ഉപയോഗിക്കാൻ കഴിയുമോ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ? സാധ്യമല്ലല്ലോ. ജയിലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂട്ടിംഗ് വാറൻറ്റ് വേണം. സെക്ഷൻ 432 421 എക്സിക്യൂട്ടിംഗ് വാറൻറ്റ് വേണം. എക്സിക്യൂട്ടിംഗ് വാറൻറ്റ് സുപ്രീം കോടതി ഇഷ്യൂ ചെയ്തിട്ടില്ല. എക്സിക്യൂട്ടിംഗ് വാറൻറ്റ് ട്രയൽ കോർട്ട് തന്നെ ഇഷ്യൂ ചെയ്യുള്ളൂ. ട്രയൽ കോർട്ട് ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് കണ്ടിട്ട് അതിൽ ഈ വാറൻറ്റ് പ്രകാരം ആ വാറൻറ്റ് അടക്കമാണ് സാധാരണ പ്രിസണിലേക്ക് വിടുന്നത്. അതിപ്പോൾ ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ടിട്ടാണ് ട്രയൽ കോർട്ടിലെത്തിയിട്ട് അവരതിൻ്റെ ഇതിലങ്ങ് ചെയ്തോളും. അതുവരെ ഇവർക്ക് എന്തായാലും സമയം കിട്ടും വേണമെന്നുണ്ടെങ്കിൽ. അതല്ല സറണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പിയായിട്ട് പോയിട്ട് നാളെയോ മറ്റന്നാളോ സറണ്ടർ ചെയ്യാം. അങ്ങനെ ഒരു ലോയറും അവരെ അഡ്വൈസ് ചെയ്യില്ല. ശശികലയ്ക്ക് പിന്നെ അഡ്വൈസസ് സ്വയം ഉള്ളത് കൊണ്ടിട്ട് അവരാരും കേൾക്കാൻ തയ്യാറാവാൻ സാധ്യതയില്ല. ഒരു കാര്യം കൂടി, ആശുപത്രിയിലേക്ക് പോവുക, അനാരോഗ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അങ്ങനെ ഈ പറയുന്ന ജയിലിലേക്കുള്ള പോക്ക് ദീർഘിപ്പിക്കുക, ഒഴിവാക്കുക, അത്തരം സാധ്യതകളും പയറ്റുമോ? അതുപോലെയുള്ള സാധ്യതകളെല്ലാം അവർക്ക് ചെയ്യാം. അവരുടെ പേര് അനുശാസിക്കുന്ന പോലെ 15 days ഓണും 15 days ഓഫും ആയിരിക്കും അവർ.
അപ്പോൾ അങ്ങനെയുള്ള പല സാധ്യതകളും അവർ മാനിപ്പുലേറ്റ് ചെയ്യും എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. പക്ഷേ ഇറ്റ് ഈസ് അൺഅഡ്വൈസബിൾ. കാരണം അത് പിന്നെയും കൂടുതൽ ലീഗൽ കോംപ്ലിക്കേഷൻസും കൂടുതൽ കോർട്ടിനെ അജിറ്റേറ്റ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുള്ളൂ. അതൊന്നും ദാറ്റ് വിൽ നോട്ട് ഹെൽപ്പ് ഹെർ ഔട്ട്. ഇന്ന് വരെ അവർക്ക് പ്രശ്നമൊന്നുമില്ല. നാളെ ചിലപ്പോൾ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വല്ലതും വന്ന് കാണുമായിരിക്കും. ശരി, ശ്രീമതി ആനി രാജ, ഇവിടെ ഇപ്പോൾ ഈ പളനിസ്വാമിയെയാണ് അടുത്തതായി ഉടൻ തന്നെ ഗവർണർ വിളിക്കുകയും മുഖ്യമന്ത്രി ആകുക എന്നതിലേക്ക് പോവുകയും ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നാം ഒരു കാര്യം കാണാതിരുന്നുകൂടാ. എങ്ങനെയാണ് പനീർശെൽവം ഉണ്ടായത്? ജയലളിതയ്ക്ക് ഭരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരു പ്രതിപുരുഷൻ ഉണ്ടാവുക, ഒരു നിഴലുണ്ടാവുക, ഒരു ചൊൽപ്പടി മുഖ്യമന്ത്രി ഉണ്ടാവുക. ഇപ്പോൾ ശശികല ജയിലിലേക്ക് പോകേണ്ടി വരുമ്പോൾ ശശികലയ്ക്കും വേണ്ടത് മറ്റൊരു പനീർശെൽവത്തെയാണ്. ജയലളിതയുടെ പനീർശെൽവത്തിന് പകരം ശശികലയുടെ ഒരു പനീർശെൽവത്തെയാണ് നാം ഇന്ന് പളനിസ്വാമി എന്ന പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ജനാധിപത്യത്തിന് ഗുണകരമാണോ, ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞ് പളനിസ്വാമിയെ ആണ് ഗവർണർ ക്ഷണിക്കേണ്ടത് എന്ന് നാം ശക്തമായി വാദിക്കുമ്പോൾ ശ്രീമതി ആനി രാജ? അല്ല, ഇതിൽ വേണു, ഇത് നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ചല്ലല്ലോ ചില കീഴ്വഴക്കങ്ങൾ ഈ രാജ്യത്തുള്ളത്, ഒരു ജനാധിപത്യ പാർലമെൻ്ററി ഡെമോക്രസിക്കകത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു വിധത്തിൽ നമുക്ക് എന്തുകൊണ്ട് ഇതിനെ വ്യാഖ്യാനിച്ചുകൂടാ? താങ്കൾ പറഞ്ഞ ഒരു പാവ മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് വേണമായിരുന്നു, അതുകൊണ്ടാണ്. അതൊക്കെ അംഗീകരിക്കുമ്പോഴും മറ്റൊരു വിധത്തിൽ നമുക്കിതിനെ എന്തുകൊണ്ട് വ്യാഖ്യാനിച്ചുകൂടാ?